നമ്മുടെ വൈറ്റിലുള്ള സുപ്രീം ബാഗ്സിന് ഒരു ഓർഡർ അടിച്ചിട്ടുണ്ടായിരുന്നെ. ഒരു ഓർഡർ അല്ല, മൾട്ടി ഓർഡർ ആയിരുന്നു. പക്ഷെ ഇത് രണ്ടും സെയിം കസ്റ്റമറിലോട്ടായിരുന്നു ആ ഓർഡർ. ആ ഓർഡറിൽ ഒന്ന് ക്യാഷ് ഓൺ ഡെലിവറി, രണ്ടും ക്യാഷ് ഓൺ ഡെലിവറിയാ. ഒന്ന് കസ്റ്റമർ മേടിച്ച്, ഒന്ന് കസ്റ്റമർ വേണ്ടെന്ന് പറഞ്ഞു. അത് ക്യാൻസൽ ചെയ്തപ്പോൾ ആ ഓർഡർ അത് റിട്ടേൺ കൊടുക്കേണ്ട വന്നില്ല. സംഭവം നമുക്ക് കിട്ടിയത്. സംഭവം അതിലുള്ളത് എന്താ വെച്ചാല് 11 പൊറോട്ടയും ഒരു ചില്ലി ചിക്കനാണ് കിട്ടിയത് ആ ഓർഡർ. സോ ഇതാണ് ആ സാധനം. ഇതിൽ പൊറോട്ട ഉണ്ട്, അതിൽ കറിയും. പക്ഷെ ഇത് ഒറ്റയ്ക്ക് എന്തായാലും കഴിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് കമ്പനിക്കായിട്ട് നമുക്കൊരു സ്വിഗ്ഗിയുടെ തന്നെ ഒരു സ്വിഗ്ഗി ഓടിക്കുന്ന ഒരു കിട്ടും. ചേരടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഇപ്പോൾ. ക്യാൻസലായ ഓർഡർ നമ്മൾ അവിടെ തന്നെ കഴിച്ചിട്ട് പോകാന്നുള്ള പ്ലാനിലായിരുന്നു. ബട്ട് രണ്ടുപേരും നമ്മൾ ഡ്യൂട്ടി ഓഫ് ചെയ്യാനായിട്ട് വിട്ടുപോയി. അപ്പോഴേക്കും രണ്ടുപേർക്കും ഓർഡർ അടിച്ച്. എനിക്കടിച്ച ഓർഡർ ആണെങ്കിലും ഫുഡ് റെഡി ആയിരുന്നു. സോ വേഗം പിന്നെ കുറച്ച് പ്ലാസ്റ്റിക് കവറെല്ലാം ഒപ്പിച്ച് പുള്ളിക്കാരന് കുറച്ച് ഫുഡ് കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി. ആൻഡ് ഇപ്പോൾ സമയം ഏകദേശം ഒരു 3:30 എന്നിട്ടാണ് ഇനി ഫുഡ് കഴിക്കാനായിട്ട്. ഇതിലിപ്പോൾ കുറച്ച് പൊറോട്ടയും കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും തണൽ നോക്കി ഇരുന്നിട്ട് വേണം ഇനി കഴിക്കാനായിട്ട്. ഇത് റെസ്റ്റോറൻറ്റുകാർക്കാണോ സ്വിഗ്ഗിക്കാർക്കാണോ നഷ്ടം ചോദിച്ചാൽ സ്വിഗ്ഗിക്കാർക്കായിരിക്കും മാക്സിമം. കാരണം റെസ്റ്റോറൻറ്റിൽ ഇത് പാക്ക് ചെയ്ത് വിട്ടാക്കിയതാണല്ലോ. അതുകൊണ്ട് സ്വിഗ്ഗിക്കാർക്ക് റെസ്റ്റോറൻറ്റുകാർക്ക് നഷ്ടം വരാനില്ല. അവർക്ക് ലോസ് ആവില്ല എന്തായാലും. സ്വിഗ്ഗിയുടെ ഭാഗത്തുനിന്നുള്ള ഒരു ഇതാണ്. നേരത്തെ ഫുഡെല്ലാം അങ്ങനെ ക്യാൻസൽ ആവണമെങ്കിൽ നമ്മൾ റിട്ടേൺ കൊണ്ട് കൊടുക്കണമായിരുന്നു. ബട്ട് ഇപ്പോൾ ഫുഡ് ഓർഡർ ഒക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ കിട്ടാനാണ് ചാൻസ് കൂടുതൽ.